എൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നുവെന്നും എനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എനിക്ക് ന്യായമായതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും പരിതപിച്ച് മരിച്ചുപോയ കാറൽ മാർക്സിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. ഇന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാനാകാത്തൊരു കാര്യം, കാറൽ മാർക്സിൻ്റെ മൃതശരീരം ഹൈഗേറ്റ് സെമിത്തേരിയിൽ, ലണ്ടനിലെ ഹൈഗേറ്റ് സെമിത്തേരിയിൽ അടക്കം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ പിന്തുടർന്ന് വന്നത് 11 പേർ മാത്രമായിരുന്നു. 11 പേർ മാത്രം. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നെഴുതിയ കാറൽ മാർക്സിൻ്റെ എൻ്റെ മകന് മൂലധനത്തെപ്പറ്റി എഴുതാൻ കഴിയും, പക്ഷെ അത് ഉണ്ടാക്കാൻ കഴിയില്ല, അതിനുള്ള ശേഷി അവനില്ല എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ മകനായി ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ കാറൽ മാർക്സിൻ്റെ ജീവിതം ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ നമുക്ക് പിടിതരാൻ കഴിയാത്തത്ര ഏകാന്തവും ശോകമൂകവും സർഗാത്മകവും സമരഭരിതവുമാണ്. നമുക്ക് സമരത്തെപ്പറ്റി എഴുതിയ, മനുഷ്യന്റെ അധ്വാനത്തെപ്പറ്റി എഴുതിയ, ചൂഷണ വിയുക്തമായൊരു ലോകത്തെ സ്വപ്നം കണ്ട, അതിനുവേണ്ടി നിരന്തരം സർഗാത്മകമായ ഭൗതികാധ്വാനം നടത്തിയ കാറൽ മാർക്സിനെ അറിയാം. പക്ഷേ സ്വന്തം മകനായ എഡ്ഗർ സ്വന്തം കൈക്കുമ്പിളിൽ മരിച്ചു കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് തകർന്ന ശരീരവുമായി കരയുന്ന കാറൽ മാർക്സിനെ നമുക്കറിയില്ല. കുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞ് ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കാനോ ആഹാരം കൊടുക്കാനോ നല്ല സാമൂഹിക സാഹചര്യങ്ങൾ ഒരുക്കാനോ കഴിയാതെ മരിച്ചുപോയ എഡ്ഗറിന്റെ മൃതശരീരം അടക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറി പ്രിയതമയായ ജെന്നിയോട്, ഞാൻ പരാജയപ്പെട്ട ഒരു പിതാവാണ് ജെന്നി എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയുന്ന കാറൽ മാർക്സിനെ നമുക്കറിയില്ല. എന്നിട്ട് കാറൽ മാർക്സ് പറയുന്ന, ഒരുപക്ഷെ നമുക്ക് ചരിത്രത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ഓർത്തിരിക്കേണ്ടുന്ന ഒരു വരിയുണ്ട്, ജെന്നി, ഞാൻ പരാജയപ്പെട്ട ഒരു പിതാവാകുന്നത് എൻ്റെ മകൻ മരിച്ചു പോയത് കൊണ്ട് മാത്രമല്ല, പകരം മരിക്കുന്നതിന് മുമ്പ് അവൻ എന്നോട് ആഗ്രഹം പറഞ്ഞത് ഒരു ചെറിയ കാര്യമാണ്. അവന് ഒരു കുതിരപ്പുറത്ത് കയറണം. മകനെ മരിക്കാൻ കിടക്കുന്ന വളരെ ദുർബലമായ ശരീരത്തോടെ ശ്വാസമെടുക്കാൻ പാടുപെടുന്ന, ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരിക്കാനൊരുങ്ങുന്ന മകൻ്റെ അച്ഛനാണ് കാറൽ മാർക്സ്. ആ അച്ഛനോട് എഡ്ഗർ പറയുന്നു, അച്ഛാ, എനിക്കൊരു കുതിരപ്പുറത്ത് കയറണം. അപ്പോൾ ജെന്നി, ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ലല്ലോ മോനെ, അച്ഛൻ്റെ കയ്യിൽ പണമില്ലല്ലോ, പകരം ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ലണ്ടനിലെ നഗരം മുഴുവൻ ഒരു കുതിരയെപ്പോലെ 4 കാലിൽ നിന്നുകൊണ്ട് എൻ്റെ ചുമലിൽ കയറ്റി നടക്കാം. നിനക്ക് ഈ നഗരം കാണിച്ചു തരാം, മനുഷ്യരെ കാണിച്ചു തരാം, അവരുടെ വേദനകളും അവരുടെ പുഞ്ചിരികളും കാണിച്ചു തരാം എന്ന് പറഞ്ഞൊരു കുതിരയെപ്പോലെ കാറൽ മാർക്സ് 4 കാലിൽ നിൽക്കാൻ തയ്യാറാകുന്ന ഒരു രംഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, വേണ്ട, എനിക്ക് കുതിരപ്പുറത്ത് കയറണ്ട എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു മകന്റെ അച്ഛനായിരുന്നു കാറൽ മാർക്സ് എന്ന് നാം അറിയേണ്ടതുണ്ട്. കാറൽ മാർക്സിനെ സംബന്ധിച്ച് വന്ന ഏറ്റവും മനോഹരമായ സിനിമകളിലൊന്ന് ദ യങ് കാറൽ മാർക്സ് എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ തുടങ്ങുന്ന രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാറൽ മാർക്സ് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടിയുണരുന്ന രംഗത്തിലാണ് ആ സിനിമ തുടങ്ങുന്നത്. ഏത് രംഗത്തിലാണ് യങ് കാറൽ മാർക്സ് ഞെട്ടിയുണരുന്നത്? ചെറുപ്പക്കാരനായ കാറൽ മാർക്സ് ഞെട്ടിയുണരുന്നത് വനവാസിയായ മനുഷ്യർ അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായ ഈ കാട്ടിൽ നിന്ന് വീണ് കിടക്കുന്ന വിറക് കൊള്ളികൾ എടുക്കുന്നതിന്റെ പേരിൽ പോലീസുകാരന്റെ ചാട്ടയടി കൊള്ളുന്ന രംഗം സ്വപ്നം കണ്ടാണ് കാറൽ മാർക്സ് ഞെട്ടിയുണരുന്നത്. ചരിത്രത്തിലെ ഒരു രംഗം കണ്ട് ഞെട്ടിയുണരുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് ചെറിയ കാര്യമല്ല. കാറൽ മാർക്സ് പറയുന്നുണ്ട്, ഞാൻ ദാസ് ക്യാപിറ്റൽ എഴുതിയ ആളാണ്, പക്ഷേ ആ ക്യാപിറ്റൽ എഴുതാൻ ഞാൻ ചിലവാക്കിയ സമയത്തിൽ ഞാൻ വലിച്ചു തള്ളിയ സിഗരറ്റിന്റെ പണം പോലും എനിക്ക് ദാസ് ക്യാപിറ്റലിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിദരിദ്രമായ ജീവിതമായിരുന്നു കാറൽ മാർക്സിൻ്റെത്. 7 മക്കളിൽ 4 പേർ, കാറൽ മാർക്സിന്റെ 4 മക്കൾ ഈ മാൽന്യൂട്രീഷൻ കാരണവും കൃത്യമായ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ടും പെട്ടെന്ന് രോഗബാധിതരായി മരിച്ചു പോവുകയാണ്. അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന രംഗം, കാറൽ മാർക്സിനെ വിശ്വസിച്ച് സ്നേഹിച്ച് അതിസമ്പന്നയായ ജെന്നി കാറൽ മാർക്സിനോട് ഒപ്പം വരികയാണ്. അതിൽ ജനിച്ച കാറൽ മാർക്സിന്, ജെന്നിയിൽ ജനിക്കുന്ന ഒരു മകൾ 1-ാമത്തെ വയസ്സിൽ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുമ്പോൾ ജെന്നി പരിഭ്രാന്തയായ ഒരു ഭ്രാന്തിയെപ്പോലെ ആ കുഞ്ഞിനെ ശവമടക്കാനുള്ള ശവപ്പെട്ടി വാങ്ങാൻ പണം തിരക്കി അയൽ വീടുകളിലേക്ക് ഓടുന്ന ഒരു രംഗം കാറൽ മാർക്സിന്റെ ജീവിതത്തിലുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കാറൽ മാർക്സ് മരിച്ചു കിടക്കുമ്പോൾ കാറൽ മാർക്സിന്റെ കൂട്ടുകാരനായ ഏംഗൽസ്, കാറൽ മാർക്സിന്റെ ജീവിതത്തിലുടനീളം സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്ന ഏംഗൽസ് പ്രസംഗിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതവും എഴുത്തുകളും കാലങ്ങളെ കടന്നുപോകും എന്ന് ഏംഗൽസ് പറയുന്നുണ്ട്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിദുർബലനായി നിരാശാഭരിതമായ മനസ്സോടെയാണ് കാറൽ മാർക്സ് ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്നത്. ജെന്നി ക്യാൻസർ ബാധിതയായി മരിക്കുകയാണ്. കാറൽ മാർക്സിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നാം അന്വേഷിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാറൽ മാർക്സ് മരിക്കുമ്പോഴും ഒരു ജീവിതത്തിലെയും പൗരത്വം ലഭിക്കാതെ മരിച്ചുപോയ ആളാണ്. പ്രഷ്യയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് ഫ്രാൻസിൽ വന്ന്, അവിടെ നിന്ന് നാട് കടത്തപ്പെട്ട് ലണ്ടനിൽ വന്ന്, ലണ്ടനിലെ പൗരത്വം ലഭിക്കാതെ ഒരു ചേരിയിൽ ജീവിച്ച ആളാണ് കാറൽ മാർക്സ്.
കാൾമാക്സിന്റെ ചരിത്ര പ്രസക്തി എന്താണ്? കാൾമാക്സിന്റെ ചരിത്ര പ്രസക്തി, കാൾമാക്സ് മനുഷ്യന്റെ ഇതുവരെയുള്ള ചരിത്രത്തിന്റെ പരിണാമത്തിന്റെ കേന്ദ്രം വർഗസമരങ്ങളാണ് എന്ന് പറഞ്ഞു, എന്ന് തിരിച്ചറിഞ്ഞു എന്നത് മാത്രമല്ല, അധ്വാനം എങ്ങനെയാണ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന്റെ ഊർജ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. തൊഴിലാളിക്ക് അധ്വാനം മാത്രമാണ് വിൽക്കാനുള്ളത്, അവന് മറ്റൊന്നുമില്ല. അവൻ ഉൽപാദന ഉപാധികളുടെയും ശക്തി കേന്ദ്രം, അതിന്റെ മുതലാളിയാണെങ്കിൽ തൊഴിലാളിക്കുള്ളത് അവന്റെ അധ്വാനം മാത്രമാണ്. പക്ഷേ അധ്വാനം മാത്രമല്ലെന്നും തൊഴിലാളിക്ക് സാഹോദര്യം കൂടി ഉണ്ടായാൽ അവന് ചൂഷണത്തിനെതിരെ പോരാടാമെന്നും കാർൾ മാർക്സ് ആണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. കാർൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ പോലെ തന്നെ ഗംഭീരമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവസാനിക്കുന്ന വരി ഇങ്ങനെയാണ്: വർക്കേഴ്സ് ഓഫ് ദ ലാൻഡ് യുണൈറ്റ്. തൊഴിലാളികളോട് സംഘടിക്കാനാണ് കാർൾ മാർക്സ് പറയുന്നത്. എന്തിനാണ് സംഘടിക്കാൻ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചങ്ങലകൾ മാത്രമാണ് നഷ്ടപ്പെടാനുള്ളതെന്നും പകരം നിങ്ങൾക്ക് കിട്ടാനിടയുള്ളത് ഒരു പുതിയ ഭൂലോകമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. കാർൾ മാർക്സിനെ നിങ്ങൾക്ക് വിമർശിക്കാം, കാർൾ മാർക്സിനെ നിങ്ങൾക്ക് എഴുതിത്തള്ളാം, പക്ഷേ കാർൾ മാർക്സ് ഉൽപ്പാദിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ ഊർജത്തെ വിമർശിക്കുന്ന മനുഷ്യർക്ക് പോലും അവഗണിക്കാനാകില്ല എന്നതാണ് കാർൾ മാർക്സിന്റെ തത്വശാസ്ത്രത്തിന്റെ കേന്ദ്രം. മാർക്സ് ജീവിച്ചത് മാർക്സിന് വേണ്ടിയല്ല എന്നത് മാത്രമല്ല, മാർക്സ് ജീവിച്ചത് മാർക്സിന്റെ കാലത്തിന് വേണ്ടിയല്ല എന്നത് മാത്രമല്ല, മാർക്സ് ജീവിച്ചത് എത്രയോ വരാനിരിക്കുന്ന കാലങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ, മരിക്കും വരെ അധികാരത്തിലിരുന്ന മനുഷ്യരുടെ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളാണ് കാർൾ മാർക്സ്. മരിക്കുന്നത് വരെ അധികാരത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്ന ആള് മാത്രമല്ല, ദാരിദ്ര്യത്തിന്റെ, സ്വന്തം കുഞ്ഞുങ്ങളുടെ മരണം കണ്ടു നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഗതികെട്ട ഒരച്ഛനായിരുന്നു കാർൾ മാർക്സ് എന്നുകൂടി ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കാർൾ മാർക്സിന്റെ ഓർമ്മദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സമരഭരിതമായൊരു ജീവിതം നയിക്കാനാണ്. കാർൾ മാർക്സിന്റെ ഓർമ്മദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തൊഴിലാളികളായി അധ്വാനിക്കുന്ന മനുഷ്യരോട് ഐക്യപ്പെടാനാണ്. കാർൾ മാർക്സിന്റെ ഓർമ്മദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു മുതലാളിത്തത്തിന്റെ ശക്തിക്കും നരകിച്ച പല്ലിന്റെയും കീഴിൽ അടങ്ങി ഒതുങ്ങി അസ്തമിച്ച് ചാരമായി ജീർണിച്ചു പോകാനുള്ളതല്ല പണിയെടുക്കുന്ന മനുഷ്യന്റെ അധ്വാന മൂല്യം എന്നുള്ളതാണ്. എല്ലാത്തരം ചൂഷണങ്ങളോടും കലഹിക്കാനാണ് കാർൾ മാർക്സിന്റെ ഓർമ്മദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.